ദൈവത്തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ജി ഓഫ് ഗുഡ് ന്യൂസ് ടുഡേ ക്രിസ്ത്യൻ ചാനലിലേക്ക് എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കട്ടെ. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. ഇന്ന് നിങ്ങൾ ഈ സന്ദേശത്തെ കേൾക്കുമ്പോൾ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മഹത്തായ നാമത്തിൽ ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇന്ന് നാം ചിന്തിക്കുന്ന ദൈവത്തിൻ്റെ വചനം കൊലോസ്യർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 3-ാം അധ്യായത്തിൻ്റെ 24-ാമത്തെ വാക്യമാണ്. അവകാശം എന്ന പ്രതിഫലം കർത്താവ് തരുമെന്നറിഞ്ഞ് കർത്താവായ ക്രിസ്തുവിനെ സേവിക്കുവിൻ. കർത്താവിനെ സേവിക്കുന്ന എല്ലാവർക്കും ദൈവം അവകാശം കൊടുക്കുന്നവനാണ്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഒരു ഗ്ലാസ് പച്ചവെള്ളം കൊടുത്താൽ പോലും അതിന് പ്രതിഫലമുണ്ട്. അങ്ങനെയെങ്കിൽ നമ്മുടെ സമയവും നാം ദൈവത്തിന് വേണ്ടി ചെലവഴിക്കുന്ന നിമിഷങ്ങളും എല്ലാം ദൈവം നോക്കിക്കൊണ്ടാണ് ഇരിക്കുന്നത്. നമുക്കറിയാം, ലോകപ്രകാരമുള്ള ഒരു മനുഷ്യൻ ഒരു ജോലി ചെയ്യുമ്പോൾ അതിന് കൂലി കിട്ടും. ഇതുപോലെ യേശുക്രിസ്തുവിനെ നാം സേവിക്കുമ്പോൾ, അവന് വേണ്ടി ശുശ്രൂഷ ചെയ്യുമ്പോൾ, അവന് വേണ്ടി സമയം ചെലവഴിക്കുമ്പോൾ സ്വർഗം അതെല്ലാം കണക്കിടുന്നുണ്ട്. സ്വർഗം അതെല്ലാം നോക്കിക്കൊണ്ടാണ് ഇരിക്കുന്നത്. കാരണം തൻ്റെ മക്കൾ ചെയ്യുന്ന ഓരോ കാര്യത്തിനും അവൻ അതിന് പ്രതിഫലം കൊടുക്കുന്നവനാണ്. എന്നാൽ ഇന്ന് അനേക ഇടങ്ങളിലും യേശുക്രിസ്തുവിനെ സേവിക്കുമ്പോൾ അത് മനുഷ്യൻ പ്രതിഫലം തരുന്നത് നോക്കി അനേക ഇടത്തും ചെയ്യുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. മനുഷ്യൻ്റെ പ്രതിഫലത്തെ നോക്കി ക്രിസ്തുവിനെ സേവിക്കുമ്പോൾ ഉണ്ടാകുന്ന തകരാറ് എന്ന് പറയുന്നത്, അത് ഓരോ പ്രാവശ്യവും മനുഷ്യനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാകും. എന്നാൽ നാം ദൈവത്തെ ആത്മാർത്ഥമായിട്ട് സേവിക്കുകയും അവന് വേണ്ടി സമയം ചെലവഴിക്കുകയും അവനെ ശുശ്രൂഷയിലൂടെ വെളിപ്പെടുത്തുകയും എല്ലാം ചെയ്യുമ്പോൾ അതിന് നാം തയ്യാറെടുക്കുന്ന സമയങ്ങളും അതിനുവേണ്ടി ചെലവഴിക്കുന്ന സമയങ്ങളും എല്ലാം ദൈവം നോക്കിക്കൊണ്ടാണ് ഇരിക്കുന്നത്. അവകാശമെന്ന പ്രതിഫലം ദൈവം തരും. ദൈവം സൗജന്യമായിട്ട് തൻ്റെ വേല ചെയ്യണമെന്ന് ഒരിക്കലും ആരെക്കുറിച്ചും ആഗ്രഹിക്കുന്നില്ല. അവൻ്റെ തലമുറകളെപ്പോലും, കർത്താവിനെ സേവിക്കുന്ന മക്കളുടെ തലമുറകളെപ്പോലും ദൈവം അനുഗ്രഹിക്കുന്നവനാണ്. എന്നാൽ സൂത്രങ്ങളും തന്ത്രങ്ങളും കപടങ്ങളും ഉപയോഗിച്ചുകൊണ്ട് കർത്താവിനെ സേവിക്കുകയാണ് എന്നുള്ള ചിന്തയിൽ ശുശ്രൂഷ ചെയ്യുന്നത്, അതിന് ദൈവത്തിൽ നിന്ന് ശരിയായ രീതിയിൽ പ്രതിഫലം കിട്ടി എന്ന് വരികയില്ല. മനുഷ്യൻ പ്രതിഫലം തരുന്നത് നോക്കി കർത്താവിനെ ശുശ്രൂഷിക്കുമ്പോൾ എപ്പോഴും മനുഷ്യൻ്റെ മുഖത്തേക്ക് നോക്കും, അവനെ പ്രസാദിപ്പിക്കാനായിട്ട് ശ്രമിക്കും. എന്നാൽ ഞാൻ ചെയ്യുന്ന ശുശ്രൂഷയ്ക്ക് പ്രതിഫലം തരുന്ന കർത്താവാണ് എന്ന് എനിക്ക് ബോധ്യമുണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും മനുഷ്യനെ പ്രസാദിപ്പിക്കുവാനായിട്ട് തുനിയുകയില്ല. മുൻപ് ഒരു വിശ്വാസിയെ ആളുകൾ കളിയാക്കുകയും കുറ്റം പറയുകയും ഒക്കെ ചെയ്യുമെങ്കിലും അവനിലുള്ള പ്രത്യേകതകളെ അവർ ശ്രദ്ധിക്കുമായിരുന്നു. അവനിലുള്ള വിശ്വസ്തത, അവനിലുള്ള പരമാർത്ഥത, അവനിലുള്ള സത്യസന്ധത, അതൊക്കെ ദൈവം നോക്കുന്നത് പോലെ തന്നെ മനുഷ്യനും ശ്രദ്ധിക്കുമായിരുന്നു. എന്നാൽ ഇന്ന് ലോകവും ക്രിസ്ത്യാനിയും തമ്മിൽ ഒന്നു ചേർന്നതുപോലെ കാണുവാനായിട്ട് സാധിക്കും. ലോകത്ത് എന്തെല്ലാം കള്ളത്തരങ്ങളുണ്ടോ അതേ കള്ളത്തരങ്ങളെല്ലാം ക്രിസ്ത്യാനിയും ചെയ്യുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ പ്രതിഫലം ശരിയായ രീതിയിൽ വരുന്നില്ല. ദൈവം തൻ്റെ മക്കൾക്ക് വേണ്ടി ചെലവഴിക്കുന്ന സമയങ്ങളിൽ, തൻ്റെ മക്കൾക്ക് വേണ്ടി ഇടപെടുന്ന കാര്യങ്ങളിൽ അതിനൊന്നും പ്രതിഫലം കൊടുക്കാതെ അന്യായം ചെയ്യുന്ന ഒരു ദൈവമല്ല നമ്മുടെ ദൈവം. തൻ്റെ മക്കൾ ചെയ്യുന്ന ഓരോ കാര്യത്തിനും അവൻ പ്രതിഫലം കൊടുക്കുന്നവനാണ്. അവകാശത്തോടു കൂടി പ്രതിഫലം കൊടുക്കുന്നവനാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. കർത്താവിന് വേണ്ടി ആരൊക്കെ നിന്നിട്ടുണ്ടോ അവരെയൊക്കെ ദൈവം മാനിക്കുകയും ഉയർത്തുകയും ചെയ്തിട്ടുണ്ട്. അത് ദൈവത്തിൻ്റെ ഒരു നീതിയാണ്. ദൈവം നീതിയുള്ളവനാണ്. അനീതിയുള്ള ഒരു ദൈവമല്ല നമ്മുടെ ദൈവം. അനേക സഭകളിലും രാവിലെ ആ സഭ ഹോളടിച്ച് തൂത്തുവാരുന്നവർ, കക്കൂസെല്ലാം കഴുകി വൃത്തിയാക്കിയിടുന്നവർ, ഇതൊക്കെ ഒരു ശുശ്രൂഷ തന്നെയാണ്. ആ ശുശ്രൂഷകൾ ചെയ്യുമ്പോൾ കർത്താവ് അതെല്ലാം നോക്കുന്നുണ്ട്. കർത്താവ് അതെല്ലാം കണക്കിടുന്നുണ്ട്. നാം വിചാരിക്കും ഇതാര് കാണാൻ? പാസ്റ്ററെ പ്രസാദിപ്പിക്കുവാനും പാസ്റ്റർ കാണാനും സഭയിലെ ശുശ്രൂഷകന്മാർ കാണാനും അറിയാനും ഒക്കെ വേണ്ടി നാം അത് ചെയ്യേണ്ട കാര്യമില്ല. നമ്മളെ രഹസ്യത്തിൽ നിരീക്ഷിക്കുന്ന ഒരു കർത്താവുണ്ട്. നാം അത് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അവൻ്റെ ഭണ്ഡാരത്തിൽ നിന്ന് നമുക്ക് മറുപടികൾ വന്നുകൊണ്ടിരിക്കും. എൻ്റെ ദൈവവും നിങ്ങളുടെ ബുദ്ധിമുട്ടുകളൊക്കെയും മഹത്വത്തോടെ തൻ്റെ ധനത്തിനൊത്തവണ്ണം യേശുക്രിസ്തു മുഖാന്തരം പൂർണ്ണമായും തീർത്തു തരും.
ദൈവം തൻ്റെ മഹത്വത്തിന് ഒത്തവണ്ണമാണ് കൊടുക്കുന്നത്. മനുഷ്യൻ കൊടുക്കുന്ന രീതിയിലല്ല ദൈവം കൊടുക്കുന്നത്. അതുകൊണ്ട് ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര, പ്രിയ സഹോദരി, വചനത്തെ നീ കേൾക്കുമ്പോൾ ദൈവത്തെ മാത്രം പ്രസാദിപ്പിക്കുവാൻ, മനുഷ്യനെ പ്രസാദിപ്പിക്കാതെ, മനുഷ്യൻ്റെ മുഖത്തേക്ക് നോക്കാതെ, മനുഷ്യൻ തരുന്ന കാണിക്കയിലും ദശാംശത്തിലും വീണു പോകാതെ, അതൊക്കെ തന്നോട്ടെ, അവർ അനുഗ്രഹം പ്രാപിച്ചോട്ടെ, അത് മാത്രമാണ് നമ്മുടെ ലക്ഷ്യവും നോട്ടവുമെങ്കിൽ നാം കർത്താവിൽ നിന്ന് വളരെ ദൂരെയാണ് എന്ന് മനസ്സിലാക്കിക്കൊള്ളുക. എന്നാൽ കർത്താവിനെ സേവിക്കുന്നത്, എനിക്ക് എൻ്റെ കർത്താവ് പ്രതിഫലം തരും, അവൻ വാക്കുമാറാത്ത ദൈവമാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് അവനെ സേവിക്കുമ്പോൾ തീർച്ചയായിട്ടും അവൻ അവകാശം എന്ന പ്രതിഫലം നമുക്ക് നൽകിക്കൊണ്ടിരിക്കും. ഇന്നീ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവായ ദൈവമേ, ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ച നല്ല വചനത്തിനായിട്ട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്ന കർത്താവെ. അനേകരും സ്വാർത്ഥ ലക്ഷ്യങ്ങളോടെ അങ്ങയെ സേവിക്കുമ്പോൾ കർത്താവെ പരമാർത്ഥതയോടും വിശ്വസ്തയോടും കൂടി അങ്ങയെ സേവിക്കുവാൻ തക്കോണം അടിയനും ഇന്ന് വചനം കേട്ട മക്കൾക്കും കൃപ തരണം എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഈ ചാനലിലൂടെ ഇങ്ങനെ വചനം പങ്കുവയ്ക്കാൻ തന്ന കൃപയ്ക്കായിട്ട് സ്തോത്രം. കർത്താവ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്ന ഓരോരുത്തർക്കായിട്ടും പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. അവരെയൊക്കെ കർത്താവ് അനുഗ്രഹിക്കണമേ കർത്താവെ. ഈ ചാനലിന് തടസ്സം കൊണ്ടുവരുന്ന പിശാചിൻ്റെ ഇടപാടുകൾ സ്വർഗ്ഗത്തിലും ഭൂമിയിലും അധികാരമുള്ള നസ്രായനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എതിർത്ത് മാറ്റുന്നു. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ ജയമെടുക്കുന്നു കർത്താവെ. നീ അനുഗ്രഹിക്കണമേ കർത്താവ്. വചനം കേട്ട മക്കളൊക്കെ അനുഗ്രഹിക്കണമേ കർത്താവെ. അവിടുന്ന് അങ്ങനെ ചെയ്യുന്ന ദൈവമായതുകൊണ്ട് സ്തോത്രം. മഹത്വമായിട്ട് തരല്ലാടിയങ്ങൾക്ക് വേണ്ടി ജീവമരക്ഷിതാവും കർത്താവുമായ യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിൽ തന്നെ ആമേൻ.